blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരാഴ്ച മുഴുവൻ കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേയിൽ നടന്ന പ്രത്യേകമായ മീറ്റിംഗ്, അതിനോട് ചേർന്നുള്ള ചില സന്ദേശങ്ങളുമാണ് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ഏലിയാസിന് വേണ്ടിയും ആലീസിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഭവനത്തിൻ്റെ പണികൾ എത്രയും വേഗം പൂർത്തിയാകുവാൻ അങ്ങ് സഹായിക്കണമേ. ദാമ്പത്യ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങ് കേട്ട് ഉത്തരമരുളണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് പാറശാലയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് കർത്താവെ, ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ കർത്താവെ, നിൻ്റെ അനുഗ്രഹവും കൃപയും നൽകി അവർക്ക് എത്രയും വേഗം കുഞ്ഞുങ്ങളുണ്ടാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഈ 2 കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നും നാളെയും ആഴ്ചകൾക്ക് മുമ്പ് ബ്ലെസ്സിങ് സെൻറ്റർ കൊച്ചിയിൽ നടന്ന ഗുഡ് ഫ്രൈഡേ സർവീസിൽ നിന്നുള്ള ചില ക്ലിപ്പിങ്സും അന്നത്തെ സന്ദേശവും അന്ന് നമ്മുടെ യുവജന വിഭാഗം അവതരിപ്പിച്ച സ്കിറ്റും ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നാൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ അതോട് ചേർന്ന് ഒരു പ്രത്യേക സന്ദേശ പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. ഗുഡ് ഫ്രൈഡേ ദിവസം നൽകപ്പെട്ട സന്ദേശം ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ, കഷ്ടതകളെക്കുറിച്ചായിരുന്നെങ്കിൽ ബുധനാഴ്ച മുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ദ പേർപ്പസ് ഓഫ് സഫറിങ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടതകൾ അനുവദിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഈ ആഴ്ചയിൽ ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യരുത്. തുടർന്ന് നമുക്ക് വളരെ വേഗത്തിൽ ആ ഗുഡ് ഫ്രൈഡേ സർവീസിലേക്ക് പോകാം. Someone loved you enough to die for you. He was scourged, bruised, shamed, reviled, yet he bore it all for you and me. Jesus Christ, our Lord. This anointed message of Brother Damien Anthony reflects in depth the suffering that Jesus went through on the cross of Calvary. ഞാൻ ഇവിടെ ഗുഡ് ഫ്രൈഡേ ദിവസം ആരാധനയ്ക്ക് വന്നിരുന്നു. അന്ന് നടന്ന ആരാധന അത് ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റി. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ആരാധനയായിരുന്നു അത്.
യേശു എന്നും യോഗ്യൻ യേശു കൈകളെ അടിച്ച് യേശു എന്നും യോഗ്യൻ യേശു എന്നും യോഗ്യൻ സർവശക്തൻ എന്നും രക്ഷിക്കുവാൻ യോഗ്യൻ യേശു എന്നും യോഗ്യൻ യേശു എന്നും യോഗ്യൻ. അന്ന് തന്നെ ഹിസ്റ്ററി മേക്കേഴ്സ് നടത്തിയിരുന്ന സ്ക്രിപ്റ്റ് കണ്ടായിരുന്നു. അത് ആരുടെ ഉള്ളിലും ഒന്ന് സ്പർശിക്കാതെ ഇരിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ എല്ലാവർക്കും അത് ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലൊരു അവതരണമായിരുന്നു അത്. ലോകത്തിൽ ആരൊക്കെ നമ്മളെ തിരിച്ചാലും ആരൊക്കെ നമ്മളെ തിരസ്കരിച്ചാലും ആ യേശുവിൻ്റെ ആ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിനും നമുക്ക് നമ്മളെ തളർത്താനായിട്ട് സാധിക്കില്ല. ഒരു പുഴുവായിരിക്കുന്ന ഒരു അത് പൂമ്പാറ്റയായിട്ട് മാറുമ്പോൾ ഒരു പൂമ്പാറ്റയായിട്ട് മാറുന്നതിന് മുമ്പ് അതൊരു പുഴുവായിരുന്നു. പക്ഷേ അത് പൂമ്പാറ്റയായിട്ട് മാറിയ ഒരവസ്ഥ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളിലൂടെ കുറേ നമ്മൾ പുഴുവിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോഴും നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. അതൊരു പൂമ്പാറ്റയിലേക്ക് മാറാനായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് അനേകം കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷേ അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ആ ക്രൂശീകരണം നമ്മൾ ആലോചിച്ചാൽ മതി. യേശുവിന് ഇപ്പോൾ അവൻ കഷ്ടങ്ങൾ അനുഭവിക്കുന്നില്ല. അവൻ അത്യുന്നതനായി രാജാവായി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അതുപോലെ നമ്മളും ഒരു പൂമ്പാറ്റയുടെ അവസ്ഥയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് നമ്മൾ ദൈവം സെലക്ട് ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. One man was going through a garden and he saw a cocoon. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അവിടെ കൊക്കൂൺ കണ്ടു. പൂമ്പാറ്റയുടെ സമാധിക്കൂട് കണ്ടെത്തി. In curiosity how the butterfly was going to come out, to learn it, to study it, he took the cocoon and he took it to his home. ഈ ഒരു പൂമ്പാറ്റ ഒരു ചിത്രശലഭം എങ്ങനെയാണ് പുറത്തു വരുന്നത്? Children, listen to me. ഒരു പൂമ്പാറ്റ എങ്ങനെയാണ് പുറത്തു വരുന്നത്? കുട്ടികൾ ദയവായി ശ്രദ്ധിച്ചാലും. Now this man was observing the cocoon every day. അതുകൊണ്ട് ആ ഒരു സമാധിയിലിരിക്കുന്ന ആ ഒരു കൂടിനെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അയാൾ അതിനെ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരുന്നു. One day he saw a small hole in the cocoon. ഒരു ദിവസം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊക്കൂണിനകത്ത് ആ സമാധിക്കൂടിനകത്ത് ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ടായി. And the butterfly, that young one, was trying to insert his body through that hole, trying to come out to fly. അതിനകത്തിരുന്ന ആ പുഴു പോലെ ഇരുന്നത് ഇപ്പോൾ ചിറകുകൾ മുളച്ചിട്ട് അത് ആ ഹോളിനകത്തൂടെ പുറത്തോട്ട് ചാടാൻ വേണ്ടിയിട്ട് ആ പൂമ്പാറ്റ വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. How many of you have seen cocoons? നിങ്ങൾ എത്ര പേര് പൂമ്പാറ്റയുടെ കൂട് ആ സമാധിക്കൂട് കൊക്കൂൺ കണ്ടിട്ടുണ്ട്? Almost all of you. മിക്കവാറും എല്ലാവരും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. Now this butterfly was trying and trying, but he just could not. ഇപ്പോൾ ഈ ചിത്രശലഭം അതിനു വേണ്ടി കുറെ അധ്വാനിക്കുന്നുണ്ടെങ്കിലും അതിനത് സാധിക്കുന്നില്ല. Do you know what happened? എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? This man felt sympathy for this butterfly. He took a scissor and he cut that cocoon, that ഈ shell. മനുഷ്യന് ഈ ചിത്രശലഭത്തിന്റെ അകത്തുള്ള വെപ്രാളവും കഷ്ടപ്പാടും കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സ് തോന്നിയിട്ട് അദ്ദേഹം ഒരു കത്രിക എടുത്തുകൊണ്ട് വന്ന് ആ കൊക്കൂന്റെ ആ കൂട് ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി. Very easily the butterfly came out. വളരെ പെട്ടെന്ന് തന്നെ ഈ ചിത്രശലഭത്തിന് പുറത്തു വരാൻ സാധിച്ചു. He was very happy. അവന് വളരെയധികം സന്തോഷം തോന്നി. But there was a problem. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. Are you listening to me? നിങ്ങൾ എത്ര പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? There was a problem. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുണ്ടായി. The body of the butterfly was swollen and big. ഇപ്പോൾ ഈ ചിത്രശലഭത്തിന്റെ പൂമ്പാറ്റയുടെ ശരീരം വളരെയധികം തടിച്ച് വലുതായിട്ടിരിക്കുന്നുണ്ട്. And it had its wings were shriveled and weak and small. എന്നാൽ അതിന്റെ പുറത്തേക്ക് വരുന്ന ആ ചിറകുകൾ വളരെ ചെറുതും വളരെ ബലഹീനവുമായതുമായിരുന്നു. And he observed its life. അതിന്റെ ജീവിതത്തെ കുറിച്ച് ആ മനുഷ്യൻ പിന്നീട് പഠിക്കാൻ തുടങ്ങി. Do you know what happened? എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? Lifelong this butterfly could not
fly, but it was crawling everywhere with the big swollen body. അതിന്റെ ജീവിതാവസാനം വരെയും ആ ചിത്രശലഭത്തിന് പറക്കാൻ സാധിച്ചില്ല. പകരം അതിന്റെ വലിയ ശരീരം കൊണ്ട് അതിങ്ങനെ ഇഴഞ്ഞു നടക്കാനായി തുടങ്ങി. God had set a divine way for it to come out. ദൈവം ഒരു ചിത്രശലഭത്തിന് പുറത്തു വരാനായി ദൈവികമായിട്ടുള്ള ഒരു വഴി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. What was it? എന്തായിരുന്നു അത്? Through struggle to come out. ബന്ധപ്പെട്ട് വേദനയോടുകൂടെ തന്നെ തരണം ചെയ്ത് പുറത്തിറങ്ങി വരണം. The divine way is this. ദൈവികമായ വഴി എന്നുള്ള ഇതാണ്. When that worm-like body struggled like this, the fluid in the body should spread to the wings, and the wings will grow and spread, and finally it will have enough strength to break the cocoon and come out and directly fly. അവിടെ എന്താണ് ഒരു ചിത്രശലഭത്തിന് സംഭവിക്കുന്നത്? ഒരു സമാധി രൂപത്തിലിരിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ, ആ വലിയ ശരീരത്തിൽ അത് ഇങ്ങനെ വികസിക്കാൻ വേണ്ടിയിട്ട്, കൂട് പൊളിക്കാൻ വേണ്ടിയിട്ട് അത് അധ്വാനിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ നിന്നുള്ള അതിന്റെ രക്തസമ്മർദ്ദം, അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ അത് വർദ്ധിക്കുകയും അത് അതിന്റെ ശലഭത്തിന്റെ വിങ്സിലേക്ക് അത് പടരുകയും കൂടുതൽ ആ ശലഭത്തിന്റെ വിങ്സിന് കൂടുതൽ ശക്തി ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അതിന് കൂടുതൽ ശക്തിയോടെ ആ കൂട് പൊട്ടിച്ച് വെളിയിൽ വരാനായി സാധിക്കുന്നത്. I am speaking to you. ഞാൻ നിങ്ങളോടാണ് ഇത് പ്രസംഗിക്കുന്നത്. If you have struggles, sufferings, troubles in your life, നിങ്ങളുടെ ജീവിതത്തിൽ there is a divine design behind it to make you stronger and stronger, and one day when you are made perfect, you will fly and fly and fly and fly and fly in the sky. ഓർക്കണം, ഇന്ന് നിങ്ങൾ വേദനയിലൂടെ, പ്രശ്നത്തിലൂടെ, ദുരിതത്തിലൂടെ, കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ രൂപപ്പെടുത്തി എടുക്കുവാനുള്ള പ്രത്യേകമായ രൂപ പദ്ധതിയുണ്ട്. ആ രൂപ പദ്ധതിയിലൂടെ നിങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾ വളരെ മനോഹരമായി നിറമുള്ള ചിറകുകളോടെ ചിറകടിച്ച് 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 ആകാശത്തോളം ഉയരുന്ന വ്യക്തിയായി തീരും. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? പല ഗുഡ് ഫ്രൈഡേ സർവീസുകൾ ഞാനിവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഗുഡ് ഫ്രൈഡേ സർവീസ് മറ്റുള്ള ഗുഡ് ഫ്രൈഡേ സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആത്മീയമായി വളരെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. എനിക്ക് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. എൻ്റെ ഇടത്തെ കാലിൽ ഞാൻ ഈ ഗുഡ് ഫ്രൈഡേ സർവീസിന് വരുന്ന സമയത്ത് നല്ല ചൊറിച്ചിലും ഒരു വേദന, ഒരു 3-4 മാസമായി നല്ല വേദന ഉണ്ടായിരുന്നു. ആ വേദന ഈ സർവീസിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല. ആ ചൊറിച്ചിലൊന്നും അനുഭവപ്പെട്ടില്ല. ഈ മോളുടെ പേര് താര മനോജ് എന്നാണ്. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഈ മകളുടെ ഈ അമ്മയും ഈ മകളുടെ അച്ചാച്ചനും കൂടി ആദ്യമായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ ആദ്യമായിട്ട് വന്നു. അന്ന് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ അമ്മച്ചിക്ക് ഒരു ദുഃഖം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മച്ചി പ്രാർത്ഥന ഇതായിരുന്നു, എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ തരണം. കുഞ്ഞില്ലായിരുന്നു. 7 വർഷമായി ഈ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഈ മകൾക്ക് പ്രിയകാപ്സിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. കേട്ടിട്ട് പോലുമില്ല. ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മകൾ പ്രഗ്നന്റ് ആയി 25 ആഴ്ച തികയുമ്പോൾ ഇവളുടെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കാൻ തുടങ്ങും. ബ്ലഡ് പ്രഷർ ഹൈ ആവുമ്പോഴേക്കും ഇവളുടെ കിഡ്നിയെയും അതുപോലെ അവയവങ്ങളെ സാരമായി ബാധിക്കാൻ തുടങ്ങും. ശരീരം മുഴുവൻ തടിച്ചു വീർക്കും, വോമിറ്റിംഗ് ആവും. ഈ കുഞ്ഞിനെ വഹിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞിനെ വഹിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു, നിനക്ക് കുഞ്ഞിനെ വഹിക്കാൻ പറ്റില്ല, ഈ രോഗത്തിന് ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഈ ലാസ്റ്റ് ടൈമിൽ ഈ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 25 ആഴ്ച കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിലൂടെ ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മകളെ, നിന്റെ രോഗം കർത്താവ് സൗഖ്യമാക്കിയതാ, നീ എന്തിനാവശ്യമില്ലാതെ ഭയപ്പെടുന്നേ. ആ വാക്കുകൾ പറഞ്ഞു. നിന്റെ രോഗം കർത്താവ് മാറ്റി, നിനക്ക് ഒരു പ്രശ്നവുമില്ല. 2 പ്രാവശ്യം നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാ, ഇനി നിന്റെ കുഞ്ഞ് നഷ്ടപ്പെടില്ല. നിന്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ നീ കുഞ്ഞിന് ജന്മം നൽകുമെന്ന് വിളിച്ചു പറഞ്ഞു. മകൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് 2 ആവർത്തി കഴിഞ്ഞതാ. എന്നാൽ അത്ഭുതം എന്നുള്ളത്, ഇവൾക്ക് ഒരു പ്രശ്നമുണ്ടായില്ല, ഇവളുടെ പ്രഷർ വർദ്ധിച്ചില്ല. കറക്റ്റ് സമയം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്റെ കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നു, ഇനി നിനക്ക് വേണമെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകാം. അങ്ങനെ ഒരു കുഞ്ഞ് പുറത്തു വന്നതായത്.
ഹല്ലേലൂയ. എത്ര മാസമുണ്ട് ഈ കുഞ്ഞിന്? 6 മാസമായി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പേരെന്തിട്ടു? തരുൺ ഇമാനുവൽ ജോർജ്. റൈറ്റ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദുഃഖത്തോടെ എന്താകും എന്ന് വിചാരിച്ചു വന്നെങ്കിൽ ഇന്ന് ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെ കയ്യിലെടുത്തോണ്ട് വന്നിരിക്കും. വെയിറ്റ് കൈ അടിക്കല്ലേ. എനിക്ക് നിങ്ങളോട് പ്രവചിക്കാൻ തോന്നുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ച ആരെങ്കിലും ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം നിന്റെ അവസ്ഥ അതായിരിക്കുകയില്ല. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്നവനാണ്. കർത്താവേ, ഈ കുഞ്ഞിൻ്റെ അമ്മയോടും ഗ്രാൻഡ് മദറോടും ഒക്കെ ചേർന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. കർത്താവ് സംസാരിച്ച വാക്കുകൾക്കായി നന്ദി പറയുന്നു. എന്നാൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഇനിയും ദുഃഖത്തിൽ കഴിയുന്നവർ എല്ലാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, പട്ടണങ്ങളിലും, ഗ്രാമങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ അനുഗ്രഹിക്കുന്ന രോഗങ്ങൾ മാറട്ടെ. വിടുതലുകൾ എല്ലായിടങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവിക രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ. സാമ്പത്തിക തകർച്ചകളിൽ നിന്നും ജനം പുറത്തു വരട്ടെ. ഹല്ലേലൂയ. Father, as a man of God and as children of God, all of us together, we bless everyone who is participating in this service in Jesus' name. എല്ലാവരും ചേർന്ന് ആമേൻ പറഞ്ഞാൽ God bless you, God bless you, God bless you. ഈ കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ഞാൻ രാവിലെ TV ഓൺ ചെയ്തപ്പോൾ ഈ എറണാകുളം ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നിന്നുള്ള ലൈവ് മെസ്സേജ് കാണുകയായി. ഗുഡ് ഫ്രൈഡേ സർവീസിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞാനത് ഓൺ ചെയ്ത് കണ്ടു. അത് കാണുമ്പോൾ എനിക്ക് യേശു എന്താണ് എനിക്ക് വേണ്ടി സഹിച്ചതെന്ന് എനിക്ക് ആ സന്ദേശത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു മെസ്സേജായിരുന്നു അന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. അതെൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചു. എനിക്ക് ആ വേദന, യേശു എനിക്ക് വേണ്ടി സഹിച്ച വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത്രയും കാലം ഞാൻ സഹിച്ചതിനെക്കുറിച്ച് പറയുമായിരുന്നു ഞാൻ ഒരുപാട്. പക്ഷേ അതിലൊക്കെ എത്രയോ വലുതാണ് യേശു എനിക്ക് വേണ്ടി സഹിച്ചതെന്ന് എനിക്ക് ഈ മെസ്സേജ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദൈവമേ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവ്, നീ ഒത്തിരി കഷ്ടം സഹിച്ചെങ്കിൽ അതിൻ്റെ റിസൾട്ടായി അനേകർക്ക് പാപമോചനവും രോഗസൗഖ്യവും എല്ലാം നൽകാമെന്നുള്ള വാഗ്ദത്തമുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ സൗഖ്യം എല്ലാ വ്യക്തികളിലും ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. തോളെല്ലിന് തകരാറ് സംഭവിച്ചുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ കരളിന്, ലിവറിന് പ്രോബ്ലമുള്ളൊരു വ്യക്തിയെ, ലിവർ സിറോസിസ് ആകാം, മറ്റേതെങ്കിലും രീതിയിലുള്ള ഫാറ്റി ലിവറോ, ആ കരളിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള അൾസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങിപ്പോകട്ടെ. അന്നനാളത്തിന് പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കാൽമുട്ടിനകത്തുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. നീ റീപ്ലേസ്മെൻ്റ്, കാൽമുട്ടിൻ്റെ പല ഭാഗങ്ങൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നട്ടലിൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ദൈവിക വിടുതലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തിയിലേക്കും വന്ന് ഇറങ്ങട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, രോഗികളെ അങ്ങ് സ്പർശിച്ചതിനായി നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കുഞ്ഞുങ്ങളെ നൽകുമാറാകണമേ. ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. സമാധാനം നൽകണമേ. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി യേശുവിനെ ആഴത്തിലിറഞ്ഞ് നിത്യജീവൻ സ്വന്തമാക്കി ജീവിക്കാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. അങ്ങ് കർത്താവെ നൽകിയ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ വീണ്ടും നമ്മൾ ഗുഡ് ഫ്രൈഡേ സർവീസിൽ നിന്നുള്ള സന്ദേശവും അതിൻ്റെ പല രംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കും. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല
അന്നത്തെ ഗുഡ് ഫ്രൈഡേ സർവീസിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള DVD റെഡിയായിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കത് ലഭ്യമാണ്. സ്ക്രീനിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോപ്പി കരസ്ഥമാക്കാൻ കഴിയും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യാക്കോബിന്റെ പിതാവ് ആര്? ഹൂ ഈസ് ജേക്കബ്സ് ഫാദർ? ഓപ്ഷൻസ്: എ ഇസഹാക്ക്, ബി അബ്രഹാം, സി മോശെ, ഡി യോശുവ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ തരുന്നതാണ്.